ജനറേറ്റിംഗ് ഫങ്ഷൻസിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ഇക്വേഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1/1 + x raised to n, that is 1 + x raised to -n. ഈ ഒരു ഫങ്ഷൻ്റെ എക്സ്പാൻഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. എക്സ്പാൻഷൻ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്നൊരു ടേമാണ് x raised to r എന്നുള്ളത്. അപ്പോൾ x raised to rൻ്റെ കൊയിഫിഷ്യൻ്റ് എന്താണെന്ന് എക്സാമിന് ചോദിക്കാം. x raised to rൻ്റെ കൊയിഫിഷ്യൻ്റ് ഇവിടെ വരുന്നത് -1 raised to r n + r - 1 എന്നാണ്. ഇനി ഈ പ്ലസ്സിന് പകരം മൈനസ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൊയിഫിഷ്യൻ്റ് വരുന്നത് n + r - 1 CR എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. Determine the coefficient of x raised to 15 in f of x equal to x square plus x cube plus etc whole raised to 4. ഇത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപ് പഠിച്ച ആ ഒരു ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതാം. ഓക്കെ, ഇനി ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്ന ടേമാണ് എക്സ് സ്ക്വയർ അല്ലേ. ആ എക്സ് സ്ക്വയറിനെ നമുക്ക് ബ്രാക്കറ്റിന് ഔട്ട് സൈഡ് എടുക്കാം. സോ ഈ ടേമിൽ നിന്ന് എക്സ് സ്ക്വയർ മാറ്റുമ്പോൾ അവിടെ 1 വരും. എക്സ് ക്യൂബിൽ നിന്ന് എക്സ് സ്ക്വയർ മാറ്റുമ്പോൾ അവിടെ എക്സ് വരും. അപ്പോൾ അതാ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ ഔട്ട് സൈഡ് എടുക്കുന്നു ഇൻറ്റു ആദ്യത്തെ ടേം 1 ആവും, രണ്ടാമത്തെ ടേമിൽ എക്സ് മാത്രം ഉണ്ടാവും, മൂന്നാമത്തെ ടേമിൽ എക്സ് സ്ക്വയർ ഉണ്ടാവും, എക്സിട്ര. ഇനി ബ്രാക്കറ്റ് കൊടുത്തിട്ട് ഈ പവർ 4 ഇവിടെ കൊടുത്തേക്കാം. ഇനി ഈ രണ്ട് ടേമിനും ഈ പവർ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ റേസ് ടു 4, അതായത് എക്സ് റേസ് ടു 8. സെക്കൻഡ് ടേമിന് ഇതേപോലെ തന്നെ റേസ് ടു 4 എന്ന് കൊടുത്തേക്കാം. സോ എക്സ് റേസ് ടു 8 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. 1/1 - x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 + x + x സ്ക്വയർ എക്സിട്രയാണ്. അതായത് ഈ ഒരു എക്സിട്ര ഫോമിലുള്ളത് നമുക്ക് 1/1 - x എന്ന് എഴുതാം, അല്ലെങ്കിൽ 1 - x ഹോൾ റേസ് ടു -1 എഴുതാം. ഇത് രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സീരീസിന് പകരം 1 - x റേസ് ടു -1 എന്ന് എഴുതുന്നു. ഹോൾ റേസ് ടു 4 ഉണ്ട്, അത് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. സോ നമുക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് റേസ് ടു 8 ഇൻറ്റു 1 - x റേസ് ടു -1 ഇൻറ്റു 4 -4 എന്ന് വരുന്നു. ഇനി നമുക്ക് കോയിഫിഷ്യൻ്റ് ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പം ഇതിനകത്ത് വരുന്ന ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേംസിൽ എക്സ് റേസ് ടു 15ൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ടേം നമുക്കിനി എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല. ഈ ഒരു ഭാഗം മാത്രമാണ് എക്സ്പാൻഷൻ വരുന്നുള്ളൂ. ഇവിടെയാണ് എക്സ്പാൻഡ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ് റേസ് ടു 15ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നതും ഈ ടേമിലെ എക്സ് റേസ് ടു 7ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. കാരണം എന്താണ്? ഈ ടേംസിൽ, അതായത് ഈ ഭാഗം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിനകത്ത് എക്സ് റേസ് ടു 7 വരുന്നുണ്ട്. എക്സ് റേസ് ടു 7 എന്നുള്ള ടേം വരും. ആ എക്സ് റേസ് ടു 7ഉം എക്സ് റേസ് ടു 8ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 15 ആയി മാറും. ഓക്കെ, ഈ ഒരു പാർട്ടിൽ എക്സ് റേസ് ടു 7 എന്നുള്ളൊരു ടേം വരാം. ഈ ഭാഗം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് റേസ് ടു 7 എന്നുള്ളൊരു ടേം വരാം. ആ ടേം എക്സ് റേസ് ടു 8 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ എക്സ് റേസ് ടു 15 എന്നായി മാറും. അതുകൊണ്ട് തന്നെ എക്സ് റേസ് ടു 15ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നതും ഇതിനകത്തെ എക്സ് റേസ് ടു 7ൻ്റെ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സെയിം തന്നെയാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഈ ടേമിനകത്തെ എക്സ് റേസ് ടു 7ൻ്റെ കോയിഫിഷ്യൻ്റ് കാണുന്നതിനായിട്ട് നമ്മളിവിടെ പഠിച്ച ഫോർമുല ഉപയോഗിക്കാം. ഇതിൽ ഒന്ന് ഉണ്ടോ, ഇതാണ് നമ്മളിപ്പോൾ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ
ആദ്യത്തെ പോലെയാണെങ്കിൽ 1 പ്ലസ് എക്സ് ആണെങ്കിൽ ഈ ടേമാണ്, 1 മൈനസ് വരുമ്പോൾ ഇതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആറിൻ്റെ സ്ഥാനത്ത് എക്സ് റേസ് ടു ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് റേസ് ടു 7. അപ്പോൾ ആർ എന്നുള്ളത് 7 ആയിട്ട് എടുക്കുക, എൻ എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കുക. ഓക്കെ, സോ ആർ 7ഉം എൻ 4 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഫോർമുല അനുസരിച്ചിട്ട് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റേസ് ടു ആർ ഈസ് എൻ പ്ലസ് ആർ മൈനസ് 1 സി ആർ. ഓക്കെ, സോ എൻ 4 പ്ലസ് ആർ 7 മൈനസ് 1 സി ആർ 7 തന്നെയാണ്. സോ ഇത് 10 C7 ആവുന്നു. ആൻസർ ഈസ് 120.